Hello, good evening. Good evening. Okay. So നമ്മൾ ലാസ്റ്റ് NLPന്റെയും അതേപോലെ തന്നെ ഓപ്പൺ സിവിയും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, ഫേസ് ഡിറ്റക്ഷൻ ചെയ്ത് നോക്കിയായിരുന്നോ? ഹലോ, ചെറിയ എറർ സംഭവിക്കുന്നു. റൺ ആവുന്നത്തെ പ്രശ്നമില്ല. റൺ ആവുന്നില്ലേ? അത് സെപ്പറേറ്റ് ഫയൽ ആക്കിയിട്ട് ചെയ്ത് നോക്കിയായിരുന്നോ? ആ താഴത്ത് ചിലപ്പോൾ ഇവിടെ എങ്ങാനും പുതിയ വിൻഡോ വരുന്നുണ്ടോന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എപ്പോഴും പൊപ്പപ്പ് പോലെ വരണമെന്നില്ല, ചിലപ്പോൾ ഇവിടെ സൈഡിൽ പുതിയത് വരുന്നുണ്ടാവും, ശ്രദ്ധിക്കാഞ്ഞിട്ടാവും ചിലപ്പോൾ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ക്ലിയർ ആക്കാം. സോ ഇന്ന് നമ്മൾ ജാങ്കോ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. സോ ജാങ്കോ നമ്മൾ ഈ പ്രിഡിക്ഷനും കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ജാങ്കോ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ID വേണം. സോ ഞാൻ ചൂസ് ചെയ്യുന്നത് VS Code ആണ്. എനിക്കത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് ID വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഓക്കെ, നിങ്ങൾ ഈ ID യൂസ് ചെയ്യാറുണ്ടോ? VS Code യൂസ് ചെയ്തിട്ടുണ്ടോ അത്? യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ HTML-ലൊക്കെ. ഓക്കെ. സോ ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. ഇത് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഇകോം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സെലക്ട് ഫോൾഡർ കൊടുക്കുന്നുണ്ട്. ഇതൊരു empty ഫോൾഡർ ആണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എക്സ്റ്റൻഷൻസ് ബൈ ഡിഫോൾട്ട് പൈത്തൺ നിങ്ങളുടെ കയ്യിൽ എല്ലാവരിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പൈത്തൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവുക. ഫസ്റ്റ് തന്നെ കൊടുക്കുക python.org എടുക്കുക. സോ നമുക്ക് അവിടെ ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ ഡൗൺലോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ എന്ന് പറയുന്നത് പൈത്തൺ 3.13.7 ആണ് കറൻ്റ്ലി ഉള്ള ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. ദെൻ അതിന് ശേഷം ആ പാത്ത് ഉണ്ടല്ലോ നിങ്ങളുടെ സിയിൽ നിങ്ങളുടെ ഫോൾഡർ ഏതാണെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. എൻ്റെ പാത്ത് ഇതാന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൽ ഇവിടെ പൈത്തൺ ഇൻസ്റ്റാളേഷൻ്റെ ടൈമിൽ ഒരു പാത്ത് കാണിക്കും. ആ പാത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ അതിൽ എന്ത് കൊടുക്കുക, ആ പാത്ത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ഫയൽസിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു. പ്രോഗ്രാം ഫയൽസിൽ ഏതോ ഒരു ഫയൽസിൽ വരും. അതാ ഇൻസ്റ്റാളേഷൻ്റെ ടൈമിൽ ആ പാത്ത് ഒന്ന് നോക്കിയാൽ മതി. സോ സിയിൽ പ്രോഗ്രാം ഫയൽസിലോ സംതിങ് വരും പൈത്തൺ. ഓക്കെ, എനിവേ ആ പാത്ത് വരും. സോ ആ ഇൻസ്റ്റാളേഷൻ്റെ ടൈമിൽ നമുക്ക് ഓപ്ഷണലി ചോദിക്കുന്ന ഒരു പാത്ത് ഉണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, എൻവിറോൺമെൻറ്റ് വേരിയബിൾ വരും. എഡിറ്റ് എൻവിറോൺമെൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ സിസ്റ്റം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും.
സോ ഇതാണ് അതിൻ്റെ വിൻഡോ വരുന്നത്. ദെൻ എൻവറോൺമെൻറ്റ് വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ താഴത്തൊരു പാത്ത് കണ്ടോ, ആ പാത്ത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഒരു പുതിയൊരു പാത്ത്, നിങ്ങളുടെ പാത്ത് എന്താണോ വരുന്നത്, സോ അത് ന്യൂ കൊടുത്തതിന് ശേഷം ന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ പാത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അത്രയ്ക്കുള്ളൂ. പാത്ത് പൈത്തൺ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്ത് വേരിയബിൾ സെറ്റ് ചെയ്തൊന്ന് മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. ഇതൊക്കെ ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ആ വിൻഡോ ക്ലോസ് ആയിക്കോളും. സോ ഇതേമാതിരി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പാത്ത് വേരിയബിൾ മസ്റ്റായിട്ടും സെറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡയറക്റ്റ്ലി ഇതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ ഒരു സൈറ്റിൽ പോയാൽ മതി. നമുക്ക് ഇൻസ്റ്റാളേഷൻ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. വിൻഡോസിനാണെങ്കിൽ വിൻഡോസ്, വെബ് ആണെങ്കിൽ വെബ്, വേറെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് ഡയറക്റ്റ്ലി ഈ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ VS കോഡ് ഇല്ലാത്തവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ IDE ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഹലോ. അതെ അതെ. സോ ഇവിടെ നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ പൈത്തൺ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ അതാണ് ചൂസ് ചെയ്തത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫോൾഡർ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞു വരുന്നത്. നോർമലി എന്താണ് പൈത്തൺ ഫയൽസ് സേവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും .py എക്സ്റ്റൻഷനിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, Ctrl+S കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, .py ഓൾറെഡി സേവ് ആസ് പൈത്തൺ വരുന്നുണ്ട്. ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെമോ എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, ഡെമോ എന്ന് പറഞ്ഞ് സേവ് കൊടുക്കുവാണെങ്കിൽ എന്താണ് demo.py എന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു പൈത്തണിൻ്റെ ഫയൽ നെയിം സേവ് ആയിരിക്കും. സോ അങ്ങനെ വരണമെങ്കിൽ ഇവിടെ എക്സ്റ്റൻഷനിൽ പൈത്തൺ ആഡ് ചെയ്തിട്ടില്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഇൻസ്റ്റാൾഡിൽ പൈത്തൺ ഇല്ലേന്ന് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നെറ്റ് കണക്ട് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ. നെറ്റ് ഇല്ലാതെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ മസ്റ്റായിട്ട് നെറ്റ് കണക്ട് ചെയ്തിട്ട് വേണം പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ. അതിൻ്റെ ഡീബഗ്ഗർ അല്ലെങ്കിൽ പൈത്തൺ ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എൻവറോൺമെൻറ്റ് വേണമെങ്കിൽ എൻവറോൺമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ജുപ്പിറ്റർ ഫയൽസ് നിങ്ങൾക്ക് VS കോഡിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് കണ്ടോ, ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ ചെയ്തിരിക്കുന്ന ജുപ്പിറ്റർ ഫയലായിട്ട് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതുപോലെ റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഫയലിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ന്യൂ ജുപ്പിറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. IPYNB ഇതല്ലേ ആ ജുപ്പിറ്റർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ജുപ്പിറ്റർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്നുള്ളത്, IPYNB അല്ലേ. സോ ആ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമ്മുടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് പോലെ തന്നെ കോഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പ്രിൻ്റ് കൊടുക്കുന്നുണ്ട്. പ്രിൻ്റ് ഹലോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ജുപ്പിറ്റർ ഫയൽ റൺ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കണ്ടോ പൈത്തൺ കണൽ കണക്ട് ചെയ്തിട്ട് അത് റൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതേപോലെ നോർമലി ഒരു ജുപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്ന സെയിം പാറ്റേണിൽ നമുക്ക് VS കോഡിലും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതൊക്കെയാണ് ജുപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് HTML ഫയൽസ് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ഇതേപോലെ നമുക്ക് ഔട്ട്പുട്ട്സ് കിട്ടും. എല്ലാ ഔട്ട്പുട്ട്സും ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. റീസ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ട്, റൺ ഓൾ, മാർക്ക് ഡൗൺ കോഡ് എല്ലാം ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. സോ ഇതുപോലെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് HTML ഫയൽസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ്
ഓരോന്നിനുള്ള ലൈബ്രറീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ HTML പ്രിവ്യൂ കാണണമെങ്കിൽ അത് സെപ്പറേറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേപോലെ ജാവാ സ്ക്രിപ്റ്റ് CSS ഒക്കെ നമുക്ക് ഫയൽസ് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു IDE യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു IDE ആണ് ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ PY എക്സ്റ്റൻഷനിലുള്ളൊരു ഫയലാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രിന്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. പ്രിന്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. താഴെ ടെർമിനലിൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ കൊടുത്ത കണ്ടന്റ് ഇവിടെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, പൈത്തൺ ആണ് ടെർമിനൽ സെലക്ട് ആക്കിയിരിക്കുന്നത്. ദെൻ ഇനി നിങ്ങൾക്ക് CMD കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് ചൂസ് ചെയ്താൽ മതി. ദെൻ നമുക്ക് നോർമലി കമാൻഡ് പ്രോംപ്റ്റ് കിട്ടുന്ന പോലെ നമുക്ക് അവിടെ അവൈലബിൾ ആവും കേട്ടോ. സോ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ ജിറ്റിൽ പുഷ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. എല്ലാം അവൈലബിൾ ആണ്. സോ CMD എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ജിറ്റിൽ പുഷ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഫയൽ റൺ ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ്. ഇതാണ് VS കോഡിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അലൈൻമെൻറ്റ് എങ്ങനെ വേണമെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിലേതൊക്കെ വേണം വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രിവ്യൂ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഇവിടെ ഉണ്ടോ ജുപ്പിറ്റർ ഉണ്ട്, പോർട്സ് ഏതൊക്കെയാണെന്നുള്ളതും അതേപോലെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ഇനി ഇങ്ങനെ താഴെ ഒരു ഇത് വേണ്ട ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ദെൻ വേണമെങ്കിൽ റണ്ണിലല്ല ഇവിടെ ടെർമിനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ന്യൂ ടെർമിനൽ എടുക്കാം, അല്ലെങ്കിൽ സ്പ്ലിറ്റോ ടാസ്ക് റൺ ചെയ്യണമെങ്കിലോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് നിന്ന് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി വ്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഈ എക്സ്പ്ലോറർ എന്നുള്ളത് കാണണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി, അതങ്ങ് പോയി കിട്ടും. സോ എൻറ്റയർ ഏരിയ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കോഡിങ്ങിന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതിൻ്റെ വേർഷനും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തത് 3.13.1 ആണ്. സോ അതിൻ്റെ വേർഷനാണ് എനിക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. നിങ്ങളുടെ ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. പൈത്തൻ്റെ വേർഷൻ മസ്റ്റായിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ബിക്കോസ് അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് പഴയ വേർഷൻസിലെ പല ഫങ്ഷണാലിറ്റീസും എന്തായിരിക്കും ഡിസേബിൾ ആയിട്ടുണ്ടാവും. സോ പുതിയത് ലേറ്റസ്റ്റ് അല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നെക്സ്റ്റേക്ക് ചെയ്യാനുള്ളത്. ദെൻ ഇതിന് ശേഷം നമുക്ക് ഇനി ഒരു സിമ്പിളായിട്ട് ജാങ്കോ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു തരാം. ഈ എക്സ്റ്റൻഷൻ .py വരുന്നൊന്നും പറയാമോ? .py വരുന്നതോ? അതെങ്ങനെയാ ഫയല് ക്രിയേറ്റ് ചെയ്തെങ്കിലും പറയാമോ? നോർമലി നമ്മളൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് .py ഫയലായിട്ടാ. പൈത്തൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .py ആ. അതറിയത്തില്ലേ? നിങ്ങൾ ഇത് ചെയ്തിട്ടുള്ളതെന്നല്ലേ പറഞ്ഞേ? അല്ല, അതറിയാലേ. ഇവിടെ ഇപ്പം ഈ .py ഓട്ടോമാറ്റിക്കലി വരുമല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പോ ഡെമോന്ന് കൊടുത്തപ്പോ .py വരുമല്ലേ. അതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് പറയാമോ അതെങ്ങനെയായിരുന്നു? ഞാനിത് ന്യൂ ഫയൽ കൊടുത്തു. അതല്ലെങ്കിൽ ഇവിടെ അത് ഇനീഷ്യലി ആയതുകൊണ്ട് എനിക്ക് ഫയലിൻ്റെ സജഷൻ വന്നായിരുന്നു. അപ്പം ഞാൻ പൈത്തൺ ഫയൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ന്യൂ ഫയൽ കൊടുത്തിട്ട് ഇപ്പോൾ ഡയറക്റ്റ്ലി ആണ് വരുന്നത്. ഫോൾഡർ വൈസ് നോക്കാം. ഫയലിൽ ന്യൂ ഫയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ ഓപ്ഷൻ വരുന്നതാണോ? ടെക്സ്റ്റ് ഫയൽ വേണോ, പൈത്തൺ ഫയൽ വേണോ? ഓക്കെ, ഉണ്ടോ? ഇതിന് ഞാൻ പൈത്തൺ ഫയൽ ചൂസ് ചെയ്തു. സോ ഇനി ഈ ഒരു ഫയൽ ഞാൻ Ctrl+S കൊടുത്തിട്ട് സേവ് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ ബൈ ഡീഫോൾട്ട് സേവ് ആസ് ടൈപ്പ് പൈത്തൺ ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണ് .py എക്സ്റ്റൻഷൻ വന്നത്. ഓക്കെ, ഫയൽ നെയിം കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്.
ഓക്കെ. ദെൻ നമുക്ക് പൈത്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാങ്കോ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ സെറ്റ് ചെയ്യണം. ജാങ്കോന്റെ ഒരു ഓവർവ്യൂ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. സോ നമ്മളൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രെയിം വർക്ക് ആണ്. എന്താ ഫ്രെയിം വർക്ക് എന്ന് കണ്ടിട്ടുണ്ടോ? ഫ്രെയിം വർക്ക് കേട്ടിട്ടില്ലേ? ഹലോ, ഒരു ഇന്റർഫേസ് അല്ലേ, യൂസർ ഇന്റർഫേസ് അല്ലേ? യൂസർ ഇന്റർഫേസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് നമ്മൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന നമുക്കൊരു HTML പേജ് ഡിസ്പ്ലേ ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് UI എന്ന് പറയാൻ പറ്റും. ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡിനെയും ബാക്ക് എൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് സ്ട്രക്ചർ പോലെ അല്ലെങ്കിൽ ഒരു ഡെവലപ്പേഴ്സിന്റെ ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത്. ഒരു ബിൽറ്റ് സോഫ്റ്റ്വെയർ, അതായത് നമുക്ക് ഈസി ആയിട്ടും കുറച്ചും കൂടി ക്വിക്ക് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, ലൈക്ക് നമുക്ക് ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും, അതേപോലെ വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന ഇനീഷ്യലി നമ്മളൊരു ബേസിക് സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ നമുക്കൊരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് പ്രീ റിട്ടേൺ കോഡ്സ്, റൂൾസ്, ടൂൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത്. ഈവൻ ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ പോലും നമ്മൾ ഇനീഷ്യലി ഇങ്ങനെ 1 by 1 ആയിട്ട് ഐറ്റംസ് എടുക്കാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഫ്രെയിം വർക്കിൽ. ഓക്കെ. സോ ഇതിൽ പല സ്റ്റെപ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. എന്താണ് ഫ്രെയിം വർക്ക് വെച്ചാൽ ഒരു റെഡിമെയ്ഡ് സ്ട്രക്ചർ പോലെ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറയുവാണെങ്കിൽ സ്ക്രാച്ച് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, നമുക്കൊരു പ്രീ റിട്ടേൺ കോഡ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് തന്നതിന് ശേഷം നമ്മൾ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നു. അതാണ് എന്ത് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കീ പോയിന്റ്സ് പറയുമ്പോൾ നമുക്ക് റീയൂസബിൾ കമ്പോണൻസ് കിട്ടും. ഓക്കെ. കോമൺ ടാസ്ക് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാതെ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള കമ്പോണൻസ് കിട്ടിയാൽ അത് കുറച്ചും കൂടി ഈസിയാണ് അല്ലേ. സോ നമുക്ക് ഒരേപോലത്തെ ബട്ടൺസോ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിൻ്റെ ഒരു ലൂപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് അല്ലേ. അല്ലെങ്കിൽ ഓരോ ടാസ്ക് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ കുറച്ച് നമുക്ക് നമ്മുടെ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആക്കാം. അതാണ് മെയിൻ എയിം വരുന്നത്. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പറയും. ഒരു പ്രൊജക്റ്റിനെ ഒരു ഓർഗനൈസ് ചെയ്ത രീതിയിൽ, ഒരു ഓർഗനൈസ്ഡ് വേയിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുറച്ച് റൂൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസിയർ ആയിട്ട്. നമ്മളത് ബിഗിനിങ്ങിൽ കുറച്ച് ടഫ് തോന്നുമെങ്കിലും നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏത് ഫ്രെയിം വർക്ക് ആണെങ്കിലും നമുക്കൊരു ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിൽ ഒരു ബേസിക് ഒരു ഓവർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും നമുക്ക് ക്യാച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ. സോ ഇതാണ് ഫ്രെയിം വർക്ക്സിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ടൈം, എഫേർട്സ്, അതേപോലെ തന്നെ കോമൺ പ്രോബ്ലംസ് ലൈക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാം, ചിലപ്പോൾ ഡാറ്റാബേസ് കണക്ഷൻസ് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ യൂസർ ഒത്തൻറ്റിക്കേഷൻ, അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും,
കുറേ ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രീ ബിൽഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ജാങ്കോ എന്ന് പറയുന്നത് ഒരു വെബ് ഫ്രെയിം വർക്ക് ആണ്. അതേപോലെ തന്നെ ആംഗുലർ ഉണ്ട്, ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യുന്നതുണ്ട്. മൊബൈൽ ഫ്രെയിം വർക്ക്സ് ലൈക്ക് റിയാക്ട് നേറ്റീവ്, ഫ്ലട്ടർ, അതേപോലെ തന്നെ മെഷീൻ ലേണിംഗിലാണെങ്കിൽ നമ്മൾ ടെൻസർ ഫ്ലോ, അതേപോലെ പൈടോച്ച് ഒക്കെ ഉണ്ട്. സോ അതേപോലെ ഓരോ ഫീൽഡിലും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഫ്രെയിം വർക്ക്സ് വരും. സോ പൈത്തണിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ജാങ്കോ ഫ്രെയിം വർക്ക് ആണ്. ദെൻ എന്താണ് നമുക്ക് ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രെയിം വർക്ക്സ് പറഞ്ഞു. ഇപ്പോൾ ഈ ലൈബ്രറീസും ഫ്രെയിം വർക്കും നമ്മൾ എന്തായിരിക്കും ഡിഫറൻസ് വരിക? എന്തായിരിക്കും ഡിഫറൻസ് വരിക? എന്തായിരുന്നു? ഫ്രെയിംവർക്ക് ആയിരിക്കും ലൈബ്രറീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനകത്തായിരിക്കും. ലൈബ്രറി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഫങ്ഷൻസ് മാത്രം തരുന്നതാണ്. നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ അതിനങ്ങ് കോൾ ചെയ്യാം. ബട്ട് ഫ്രെയിം വർക്ക്സ് പറയുന്നത് നമ്മുടെ കോഡിനെ കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അതാണ് ഫ്രെയിം വർക്ക് ആണ് ആ ഒരു ഫ്ലോവിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻവേർഷൻ പോലെ നമ്മൾ അതിന്റെ പാറ്റേൺ ഫോളോ ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ നമുക്കത് സംതിങ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അതിൽ ഒത്തിരി നമുക്ക് കുറേ ഫങ്ഷനാലിറ്റീസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വയ്ക്കാൻ നമുക്ക് കുറച്ചും കൂടി സ്ക്രാച്ച് ചെയ്ത് തുടങ്ങാതെ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുന്നത്. അതിൽ വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക് ആണ് എന്ത്, ജാങ്കോ എന്ന് പറയുന്നത് കേട്ടോ. ഇതല്ലെങ്കിൽ ഫ്ലാസ്ക് ഫ്രെയിം വർക്ക് ഉണ്ട്, അതേപോലെ വേറെയും ഫ്രെയിം വർക്ക്സ് ഒക്കെ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജാങ്കോ ഫ്രെയിം വർക്ക് ആണ്. സോ ജാങ്കോന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ വെബ് ഫ്രെയിം വർക്ക് ആണ്. ഒരു ഹൈ ലെവൽ വെബ് ഫ്രെയിം വർക്ക് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ കുറച്ച് ക്വിക്കായിട്ടും കുറച്ചൊരു സെക്യൂർ ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെബ്സൈറ്റ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, വെബ്സൈറ്റ്സോ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ജാങ്കോ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത് കേട്ടോ. helps to build websites and web applications quickly, securely, and efficiently. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. സോ എൻ്റെ കോഡിനെ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ലൈക്ക് നമ്മളിപ്പോൾ ഡാറ്റാബേസ് ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ, യൂസർ ലോഗിൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ടും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ജാങ്കോയിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റഡ്ലി ഏതൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്താലും നമുക്ക് എന്ത് വേണം, ഒരു ഡാറ്റാബേസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ലോഗിൻ പേജ് അല്ലേ, നമ്മളിപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫോം വേണം, ലോഗിൻ പേജ് വേണം, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അഡ്മിൻ പേജ് വേണ്ടി വരും. ജാങ്കോയിലൊക്കെ ഡിഫോൾട്ട് ആയിട്ട് അഡ്മിൻ പേജ് ഒക്കെ കിട്ടും. സോ നമുക്ക് അത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ജാങ്കോന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു റെഡി ടു മെയ്ഡ് എന്നൊക്കെ പറയില്ലേ, റെഡിമെയ്ഡ് ടൂൾ സ്ട്രക്ചർ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ജാങ്കോ ഫ്രെയിം വർക്കിൽ നമുക്ക് കിട്ടും. ദെൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് MVT ആർക്കിടെക്ചർ ആണ്. ഫോളോസ് MVT ആർക്കിടെക്ചർ. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ആർക്കിടെക്ചറിനെ കുറിച്ച്? MVT MVC കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ജാവ പോലുള്ള ലാംഗ്വേജിലൊക്കെ MVC ആർക്കിടെക്ചർ ആണ്. മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയും ജാവയിലൊക്കെ ഫോളോ ചെയ്യുന്നത്. MVC ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് MVT ആണ്. സോ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് എന്നാണ് പറയാ. ഓക്കെ, സോ ഇതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ MVT ആണ് കേട്ടോ ഫോക്കസ് ചെയ്ത് വരുന്നത്, ബിക്കോസ് അതും MVCയും ടീം നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ MVT എന്ന് പറയുമ്പോൾ മോഡൽ വ്യൂ ടെംപ്ലേറ്റ്.
ഇതാണ് എം വി ഇത് എന്തായിരുന്നു മെയിൻ ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നതാണ് ഇത് വരുന്നത്. എന്തായിരുന്നു അപ്ഡേറ്റ് അങ്ങനെ വരുന്നത് കണക്ഷൻ കൊടുക്കേണ്ട ഒരു പ്രോസസ് ആണോ ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് ജാങ്കോയില്? അപ്ഡേഷൻ അപ്ഡേറ്റ് അങ്ങനെ വരുന്ന കുറച്ച് ഫങ്ഷൻസ് ഇല്ലേ, ആ അതാണോ ഈ MVT വരുന്നത്? എം വി ടിയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. എം വി ടി എന്ന് പറയുന്നത് ഫങ്ഷൻസിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്യുന്നതല്ല. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾസ് ഉണ്ടാവാം, ക്വറീസ് ഉണ്ടാവാം. അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വറീസ് മോഡലിലായിരിക്കും ഉണ്ടാവുക. ഡാറ്റാബേസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാബേസിൽ ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, അതിൽ ഇന്ന ഫീൽഡ്സ് ഒക്കെ വേണം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കറസ്പോണ്ടിങ് ക്വറീസ് കണ്ടീഷൻസ് എന്തെങ്കിലും നമുക്ക് സ്പെസിഫിക്കലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ഈ മോഡൽ എന്ന് പറയുന്ന പോർഷനിലാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുവാണ് ജാങ്കോനെ 3 പാർട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണ്. മോഡൽ, വ്യൂ, ടെംപ്ലേറ്റ്. അതിൽ മോഡൽ പാർട്ട് നമ്മൾ എന്താണ് കംപ്ലീറ്റ്ലി മോഡൽ ടേബിൾസ് ക്വറീസ് എല്ലാത്തിനെയും ഡീൽ ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്, മോഡലിൽ വരുന്നത്. ഡാറ്റാബേസുമായിട്ടുള്ള കംപ്ലീറ്റ്, അതായത് ഡാറ്റാബേസ് ക്രിയേഷൻ, ലൈക്ക് നമുക്ക് ഡാറ്റാബേസ് ക്രിയേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ബൈ ഡിഫോൾട്ട് SQLite 3 ഉണ്ട്, അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ വേറെ ഡാറ്റാബേസ് ലൈക്ക് നമുക്കിപ്പോൾ PostgreSQLോ അല്ലെങ്കിൽ MongoDBയോ ഇതൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജാങ്കോയിൽ പോസിബിൾ ആണ്. ഓക്കെ, settings.py എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്, അത് ഞാൻ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സോ ആ ഒരു ഫയലിൽ എന്ത് ചെയ്താൽ മതി, പ്രൊജക്റ്റിന്റെ settings.pyയിൽ ഡാറ്റാബേസിന്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ ഒരു ഏത് ഡാറ്റാബേസ് ആണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏത് ഡാറ്റാബേസ് വേണമെങ്കിലും SQL അല്ലെങ്കിൽ SQLite 3, PostgreSQL അല്ലെങ്കിൽ MongoDB ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ മോഡലിനെ കുറിച്ചാണ് പറഞ്ഞത്. മോഡൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഡാറ്റാബേസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്രിയേഷൻ. അതിൽ ടേബിൾ ക്രിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കോളംസ് ഡാറ്റാസ് ആഡ് ചെയ്യുന്നത്, ക്വറീസ് പാസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. സോ മോഡൽ എന്ന് പറയുന്നത് ആ ഒരു ഡാറ്റാബേസിന്റെ മോഡൽ, അതായത് ഒരു ടേബിൾസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മോഡലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഡാറ്റാബേസിൽ നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം അതൊക്കെ നമ്മൾ മോഡൽസിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഹലോ ഹലോ ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് വ്യൂ ആണ്. ഓക്കെ, മോഡൽ പറഞ്ഞു നമ്മൾ ഡാറ്റാബേസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ടേബിൾ ക്രിയേഷൻ ഒക്കെയാണ് നമ്മൾ മെയിൻലി മോഡലിൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ വ്യൂ ആണ് വരുന്നത്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ലോജിക്. അതിനു മുമ്പ് വ്യൂ അവിടെ വെക്കട്ടെ, ടെംപ്ലേറ്റ് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് വ്യൂക്ക് പോകാം. ഓക്കെ, ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ HTML CSS എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മൾ യൂസർ ഇന്റർഫേസ് ആണ് അല്ലേ. യൂസർക്ക് എന്താണോ കാണുന്നത്, ഒരു വെബ്സൈറ്റിൽ കയറി നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ബ്രൗസ് ചെയ്യുവാണ്, ജസ്റ്റ് ഒന്ന് എടുക്കാം, ഏതെങ്കിലും ഒരു സൈറ്റ് പറഞ്ഞേ. ഇതിലിപ്പോ ഈ ഒരു സൈറ്റ് എടുക്കുവാണ്. ഈ കാണുന്നതാണ് എന്താ നമ്മൾ UI, യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ യൂസേഴ്സിന് എന്താണോ കാണുന്നത്, ഇത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് നമുക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ഇൻസ്പെക്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സോഴ്സ് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ് സോഴ്സ് ഫയൽ നമ്മൾ ഓരോ കോഡിലും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എവിടേക്കാണ് അതിന്റെ കറസ്പോണ്ടിങ് ക്വറീസ് വരുന്നത് നമുക്കിവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. div ടാഗിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. സോ ആ ഒരു പോയിന്റ് ചെയ്യുന്ന പൊസിഷൻ എവിടേക്കാണെന്നുള്ളത് നമുക്ക് കിട്ടും.
ഇനി നമുക്ക് ക്വറീസിൽ ഇതേപോലെ അല്ല വേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കൊടുക്കുക. ഇതിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറസ്പോണ്ടിങ് ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് ഏത് പൊസിഷനിലാണോ അതിന്റെ കറസ്പോണ്ടിങ് ക്വറി നമുക്ക് ഇവിടെ വിസിബിൾ ആവും. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ആരോ ഓപ്ഷൻ കാണാം. പക്ഷെ ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് അടിച്ചതാണ്. ഇൻസ്പെക്റ്റിൽ നമ്മളൊരു സൈറ്റിന്റെ ക്വറീസ് ഇതേപോലെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഇതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് അതിന്റെ ക്വറീസ് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. then ഇതിന്റെ ക്വറീസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, ഇൻപുട്ട് ടൈപ്പ് ഓട്ടോ കംപ്ലീറ്റ് ആണ് ഇമെയിൽ കൊടുത്തിരിക്കുന്നത്. മിനിമം ലെങ്ത് 5 കൊടുത്തിട്ടുണ്ട്, മാക്സിമം ലെങ്ത് 50 കൊടുത്തിട്ടുണ്ട് എന്നുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ കുറച്ച് എറേഴ്സ്, വാർണിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു യൂസർ ആ ഒരു സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നതിനാണ് എന്ത് പറയുക, UI എന്ന് പറയുക, യൂസർ ഇന്റർഫേസ്. ഓക്കെ, HTML, CSS, JavaScript ഒക്കെ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? UI എന്താണെന്ന് ക്ലിയർ ആണോ? യൂസറിന് എന്താണോ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസർ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോർഷനാണ് എന്ത് പറയുന്നത്, UI എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ UIന്റെ ക്വറി, അതായത് HTML, CSS, JavaScript ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വറി ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ടെംപ്ലേറ്റിലാണ് എന്ത് വരിക, അത് വരിക. അതായത് നമ്മൾ കൊടുക്കുന്ന HTML, CSS, JavaScript ഒക്കെ നമ്മൾ കൊടുക്കുക ഈ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അതൊരു ഫോൾഡർ ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഈ വ്യൂവും ടെംപ്ലേറ്റും ഫോൾഡർ ആയിട്ടും മോഡൽ എന്ന് പറയുന്നത് ഫയൽ ആയിട്ടുമാണ് നമ്മൾ കീപ്പ് ചെയ്യുക കേട്ടോ. സോ ഹാൻഡിൽസ് ദ HTML, CSS ക്ലാസ്സസ് ഒക്കെ, HTML, CSSന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതല്ലേ? അതെ അതെ. ഓക്കെ, സോ what you see on the screen. ഓക്കെ, നിങ്ങൾ ഔട്ട്പുട്ടിൽ എന്താണോ സ്ക്രീനിൽ കാണുന്നത് ആ കംപ്ലീറ്റ് HTML, CSS ക്വറീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ്. ഓക്കെ, സോ 3 പാർട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു പറഞ്ഞു. ഡാറ്റാബേസിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മോഡൽ എന്ന് പറയുന്ന ആ ഒരു ഫയലിലാണ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഫോൾഡർ ആണ്. സോ അതിൽ കംപ്ലീറ്റ് HTML, CSS ഫയൽസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ടെംപ്ലേറ്റ്സിലാണ് മെയിൻലി കൊടുക്കുന്നത്. ഓക്കെ, സോ ആ ഒരു HTML ഫയൽസ് കംപ്ലീറ്റ്ലി നമ്മൾ എന്തിൽ കൊടുക്കും, ടെംപ്ലേറ്റിൽ കൊടുക്കും. ഇനി വ്യൂ എന്ന് പറയുന്നത്, വ്യൂ ആണ് ഇതിന്റെ രണ്ടിനും, അതായത് നമുക്ക് ഡാറ്റാബേസും ഉണ്ട്, എന്താണ് ടെംപ്ലേറ്റും ഉണ്ട്. ഓക്കെ, ഈ ഡാറ്റാബേസിനെയും ടെംപ്ലേറ്റിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ഒരു ഫുൾ പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ ഡാറ്റാബേസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിലേക്ക് എന്ത് ചെയ്യണം, വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. സോ HTML ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ആ വാല്യൂ എന്ത് ചെയ്യണം, ഡാറ്റാബേസിൽ കൊണ്ടുപോയി സേവ് ചെയ്യണം. സോ ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ ഇടയിലുള്ള വ്യൂ നമ്മൾ യൂസ് ചെയ്യുക. സോ ഒരു ബിസിനസ് ലോജിക് എന്ന് പറയും നമ്മളതിനെ. ഒരു യൂസർ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂസർ രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള ക്വറീസ് ഒക്കെ നമ്മൾ എന്തിലാണ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോം സബ്മിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവ്യൂ ഫീഡ്ബാക്ക് കൊടുക്കുന്നതായിക്കോട്ടെ. ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് ആയിട്ട് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു പോപ്പപ്പ് ബോക്സ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ക്വറീസ് നമ്മൾ എവിടെ കൊടുക്കുക, ഈ ഒരു വ്യൂവിലായിരിക്കും. നമുക്കിപ്പോൾ മെസ്സേജ് ബോക്സ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇ-കൊമേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സിൽ ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു മെസ്സേജ് വരണം അല്ലേ. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്തിലാണ് കൊടുക്കുന്നത്, ഈ വ്യൂവിലാണ് കൊടുക്കുന്നത്. ഓക്കെ, കണ്ടെയ്ൻസ് ബിസിനസ് ലോജിക്. What happens when a user requests something. Okay, അതായത് നമ്മുടെ യൂസർ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ നടക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്. ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റിൽ ഇവിടെ നമുക്കിപ്പോൾ ആകെ കൂടി എന്താ കാണുന്നത്, ജസ്റ്റ് മുകളിൽ 2 ഓപ്ഷൻ, ഇംഗ്ലീഷ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹിന്ദി ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, എന്താണ് ചേഞ്ച്, കംപ്ലീറ്റ് ലാംഗ്വേജ് ഇവിടെ എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ ഓരോ ക്ലിക്കിലും എന്ത് സംഭവിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ എന്താണ് അവിടെ ബിഹൈൻഡിൽ നടക്കണ്ടേ എന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എവിടെയാ,
ഈ വ്യൂവിലായിരിക്കും നമ്മൾ അതിന്റെ ഇത് കൊടുക്കുന്നത്. നമുക്കിവിടെ താഴെ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, നമുക്ക് ഇതേപോലുള്ള സൈറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ സിംഗിൾ പേജ് വെബ്സൈറ്റ്സ് ആണ്. സോ മൾട്ടിപ്പിൾ പേജ് രജിസ്റ്റർ ചെയ്തിട്ട് ആഡ് ആവുകയാണെങ്കിൽ ഈ ഒരു എന്താണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സ്ക്രീൻ മാറിയിട്ട് നമുക്ക് എന്താവും, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ള ആ ഒരു പേജിക്ക് നമുക്ക് റീഡയറക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ. നമ്മൾ മെയിൻലി പറഞ്ഞു ജാങ്കോ എന്ന് പറയുന്നത് എന്താണ്, MVT ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. MVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ വ്യൂ ടെംപ്ലേറ്റ്, അതായത് മോഡൽ എന്ന് പറയുമ്പോൾ ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു മോഡലും ടെംപ്ലേറ്റ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലോജിക്, ബിസിനസ് ലോജിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. ദെൻ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എന്താണോ സ്ക്രീനിൽ ഔട്ട്പുട്ടിൽ കാണുന്നത്, HTML CSS ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നത് അതാണ് ഇത്. ആ കംപ്ലീറ്റ് HTML ഫയൽസിനെയൊക്കെ നമ്മൾ എന്തായിരിക്കും, ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. വ്യൂസ് എന്ന് പറയുന്ന ആ ഒരു ഫയലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ലോജിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, വ്യൂ എന്ന് പറയുന്നത് ഫയൽ തന്നെയാണ് കേട്ടോ, സോറി, മോഡല് വ്യൂ ഇത് രണ്ടും ഫയലാണ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഫോൾഡർ ആണ്, ബിക്കോസ് മൾട്ടിപ്പിൾ HTML ഫയൽസ് വരാം. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അതുകൊണ്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഫോൾഡർ ആണ്, ബാക്കി രണ്ടും ഫയൽസ് ആണ്. മോഡൽ എന്ന് പറയുന്നത് ഫയലാണ്. ഓരോ ആപ്ലിക്കേഷൻ നമ്മളൊരു പ്രൊജക്ട്, ജാങ്കോ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആപ്ലിക്കേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓരോ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് മോഡൽ ഫയൽസ് ഉണ്ടാവും. ദെൻ വ്യൂസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഓപ്ഷനിലാണ്. ടെംപ്ലേറ്റ് നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും കോമൺ ആയിട്ട് ഒരു ഫോൾഡർ വയ്ക്കും, അതിൽ നമ്മൾ എല്ലാ HTML ഫയൽസും ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓപ്ഷനാണ്, ടെംപ്ലേറ്റ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ ആപ്പിനും ഓരോ ഫോൾഡർ ആയിട്ട് ടെംപ്ലേറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. രണ്ട് ഓപ്ഷൻസ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുള്ളൂ കേട്ടോ. മറ്റേത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യേണ്ടി വരും. ഈ ഒരു ഫോമാറ്റ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ ആർക്കിടെക്ചർ വരുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ, മോഡൽ വ്യൂ ടെംപ്ലേറ്റ് എന്താന്നുള്ളത്? കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്ത് പോവാട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചെയ്ത് തുടങ്ങുമ്പോൾ കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ എപ്പോഴേ ഒരു ഓവർവ്യൂ തരുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ ജാങ്കോയിൽ നമുക്ക് യൂസർ ഒതന്റിക്കേഷൻ ബൈ ഡിഫോൾട്ട് നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് ലോഗിൻ, സൈൻ അപ്പ്, അതേപോലെ തന്നെ അഡ്മിൻ പാനൽ, നമുക്ക് ഡാറ്റ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിൻ പാനൽ അവൈലബിൾ ആണ്. ദെൻ ORM എന്ന് പറയും, ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ്. ഓക്കെ, ഡാറ്റാബേസ് എന്ന് പറയുന്നത് ORM കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ക്ലാസ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ് കേട്ടിട്ടില്ലേ, പൈത്തണില് ക്ലാസ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ് ഒക്കെ. സോ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യുക. സോ ഓരോ ക്ലാസ് എന്ന് പറയുന്നത് ഓരോ എന്താണ് ടേബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. ലൈക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കുക. പെയിന്റ് എടുക്കുന്നുണ്ട്. ഇതൊരു ക്ലാസ് ആണ്. ലൈക്ക് ജസ്റ്റ് ഒരു ടേബിൾ ആണ് അസ്യൂം ചെയ്യാം. ഇവിടെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു വിചാരിക്കാം. ക്ലാസിന്റെ നെയിം ഇപ്പൊ സ്റ്റുഡന്റ് കൊടുത്തു, ജസ്റ്റ് അസ്യൂം ചെയ്താൽ മതി. ക്ലാസ് സ്റ്റുഡന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ക്ലാസ്സിൽ ഓരോ വേരിയബിൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ എന്താ കൊടുക്കുക, ആട്രിബ്യൂട്ട്സ് കൊടുക്കും അല്ലേ. ക്ലാസ് ആട്രിബ്യൂട്ട് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, SL നമ്പർ കൊടുക്കുന്നുണ്ട്, സീരിയൽ നമ്പർ ആയിട്ട്. SL നമ്പർ ഈക്വൽസ്, ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുള്ളൂ. സോ ഞാൻ ബൈ ഡിഫോൾട്ട് അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. SL നമ്പർ 1 കൊടുക്കുന്നുണ്ട്. നെയിം ജസ്റ്റ് അസ്യൂം ചെയ്യാം. SL നമ്പർ ആട്രിബ്യൂട്ട്സ് 2 കൊടുക്കുന്നുണ്ട്.
ജസ്റ്റ് ട്രൂ ഓർ ഫോൾസ് ആയിട്ടാണ് കൊടുക്കുന്നത് തന്നെ അസ്യൂം ചെയ്തോളൂ. സോ ജസ്റ്റ് എന്താ കൊടുക്കുക, ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആട്രിബ്യൂട്ട്സ് ജസ്റ്റ് തൽക്കാലത്തേക്ക് എം ടി ആയിട്ട് കൊടുക്കുന്നുണ്ട്. വാല്യൂസ് നെയിം ഈക്വൽസ് ഡബിൾ കോട്ട്സിൽ എം ടി ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് വാല്യൂസ്. ദെൻ അതേപോലെ സീരിയൽ നമ്പർ, നെയിം, ഏജ് അത് 0 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ന്യൂമറിക് ആയതുകൊണ്ട് 0യും നെയിം ആയതുകൊണ്ട് ജസ്റ്റ് എം ടി സ്ട്രിങ്ങും കൊടുത്തു എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനോ യൂസ് ചെയ്യാനോ പറ്റുമോ? ക്ലാസ്സിൽ മെത്തേഡ്സ് ഉണ്ടാവും കേട്ടോ. ഞാൻ ജസ്റ്റ് ആട്രിബ്യൂട്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താണ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ? std ഈക്വൽസ് സ്റ്റുഡൻറ് ക്ലാസ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ കൊടുക്കും. നമ്മൾ ബ്രാക്കറ്റ്സിൽ കൊടുക്കൂലേ, സീരിയൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഇപ്പോൾ 1 ആണ് സീരിയൽ നമ്പർ എന്നുണ്ടെങ്കിൽ ദെൻ സെക്കൻഡ് ആട്രിബ്യൂട്ട് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു മാത്രം. ദെൻ ജസ്റ്റ് അസ്യൂം ചെയ്യുക. നെയിം കൊടുക്കുമ്പോൾ നെയിമായിട്ട് അതിന് കൊടുത്തിട്ടുണ്ട് കോമ, ഏജ് ഒരു 13 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അസ്യൂം ചെയ്യുക. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു std എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സെയിം കൺസെപ്റ്റ്, അതായത് ക്ലാസിന്റെ നെയിം ആയിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു ടേബിളിന്റെ നെയിം വരുന്നത് സ്റ്റുഡൻറ്. ഓരോ കൺസെപ്റ്റ് ജസ്റ്റ് ബേസിക്കലി പറഞ്ഞുള്ളൂ. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, അത് ഓരോ ടേബിളിലെ കോളം നെയിം ആയിട്ട് പോകും. SL നമ്പർ, അതേപോലെ എന്താണ് നെയിം, ദെൻ ഏജ്, ഇതൊക്കെ ഓരോ കോളം നെയിംസ് ആയിട്ട് പോകും ബൈ ഡിഫോൾട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഓരോ കോളം നെയിംസ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ആവും. പിന്നെ ഈ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഡിഫോൾട്ട് വാല്യൂസ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കണം അല്ലേ? സോ ഈ ഓരോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ കോളംസ് അല്ല റോസ് ആയിരിക്കും. നമ്മുടെ ടേബിളിലെ ഓരോ റോസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഒബ്ജക്റ്റും ഈ ടേബിളിലെ ഓരോ റോസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരിക്കും, SL നമ്പർ 1 വരും. അതേപോലെ തന്നെ നെയിം വരുമ്പോൾ എന്തായിരിക്കും, നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ അതിന് വരും. അതേപോലെ ഏജ് എന്ത് വരും, 13 നമ്മൾ കൊടുത്ത വാല്യൂ വരും. സോ ഈ ഒരു രീതിക്ക് ആ ക്ലാസ്സിന് നമ്മൾ ഓരോ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ ആ വാല്യൂസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ ടേബിളിൽ ഓരോ റോസ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് കൺസെപ്റ്റ്, അതായത് ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് എന്ന് പറയും. സോ ഒബ്ജക്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തായിരിക്കും, ആ ടേബിളിന്റെ റോസ് കൂടും. SL നമ്പർ അല്ലെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്താക്കും, ഓരോ കോളം നെയിംസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലാസ് നെയിം എന്താക്കും, ആ ഒരു ടേബിളിന്റെ നെയിം ആക്കിയിട്ട് കൺസിഡർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യുന്നത് കേട്ടോ. സോ ബാക്ക് ആൻഡ് ലോജിക്ക് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യൂ കേട്ടോ. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ORM കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒത്തന്റിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മൾ. അതേപോലെ തന്നെ അഡ്മിൻ പാനൽ ഉണ്ട് നമുക്ക്. ദെൻ ഡാറ്റാബേസ് ORM ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് SQL റൈറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ നമുക്ക് അറിയാവുന്ന പൈത്തന്റെ ക്വറീസ് യൂസ് ചെയ്താൽ തന്നെ എന്താണ്, ഓട്ടോമാറ്റിക്കലി SQLന്റെ ക്വറീസ് ക്രിയേറ്റ് ആവും. നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാ ക്വറീസും എന്ത് ചെയ്യേണ്ടി വരില്ല, SQL ത്രൂ നമ്മൾ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ല. പൈത്തൺ ക്വറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ORM കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ ഫോം ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ട് നമുക്ക്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് SQL ഇൻജെക്ഷൻ ഉണ്ട്, CSRF ടോക്കൺസ് ഉണ്ട്, XSS ഉണ്ട്, അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ദെൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് വർക്കിംഗ് വെബ്സൈറ്റ്സ് കുറച്ചും കൂടി ക്വിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രെയിം വർക്ക് ആണ് ജാങ്കോ എന്ന് പറയുന്നത്. ദെൻ സ്കെയിലബിലിറ്റി പറയുവാണെങ്കിൽ ലൈക്ക് ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ് അതേപോലുള്ള വെബ്സൈറ്റിലൊക്കെ ജാങ്കോ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ വരുന്നത്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വേർഷൻ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് എന്ത് കൊടുക്കുക, CMD എടുക്കുക. CMD എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താലും മതി. CMD കൊടുക്കാം. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. ജസ്റ്റ് പൈത്തൺ കൊടുക്കുക, എൻ്റർ അടിക്കാം.
കണ്ടോ കറന്റ് ഉള്ള വേർഷൻ വരും. ദെൻ നമുക്ക് വേണമെങ്കിൽ ക്വറീസ് വേണമെങ്കിൽ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള പൈത്തൺ ക്വറീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ യൂസ് ചെയ്യാം കേട്ടോ. പൈത്തൺ വേണമെങ്കിൽ പ്രിന്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ലേറ്റസ്റ്റ് ടേബിൾ ഹലോ, ആ നിലവിൽ 3.11.0 ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് സാറ് പറഞ്ഞിട്ട് അന്ന് നമ്മൾ ചെയ്തിട്ടാണ് VS കോഡിൽ 3.11 3.11.0 ആണ് ഇപ്പോൾ നിലവിൽ അത് ഉപയോഗിക്കുന്നത്. പഴയ അപ്ഡേറ്റ് ചെയ്യണം. വേർഷനാ. ഓക്കെ, ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 3.13 കാണിച്ചതല്ലേ, 13.7 സംതിങ് ആണല്ലേ ടേബിൾ വേർഷൻ വരുന്നത്. ഓക്കെ. നമ്മൾ പഴയ വേർഷൻസ് ആയിട്ട് എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാല് അത് അപ്ഡേറ്റ് ആക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അപ്ഡേഷൻസ് വരുമ്പോഴേ നമ്മൾ ചില ഫീച്ചേഴ്സ് നമുക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തേക്കാം. 3.11 യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങളുടെ സിസ്റ്റത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങാം. അതായത് 3.13.7 ആണ് ഇപ്പൊ കറന്റ്ലി ഉള്ള ലേറ്റസ്റ്റ് ടേബിൾ വേർഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് സൈറ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഓരോ വേർഷൻ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇവിടെ വിസിബിൾ ആണ്. ഇനി ഏത് വേർഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിഫറബിൾ ആയിട്ടുള്ള വേർഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഏത് വേർഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ബട്ട് ഞങ്ങളൊന്ന് പൈച്ചാം ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തത്. പൈച്ചാം യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ബട്ട് പൈച്ചാം യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ബിക്കോസ് ഒരു സ്റ്റേജ് വരുമ്പോൾ ചിലവർക്ക് ഇഷ്യൂസ് കാണിക്കാറുണ്ട് പൈത്തൺ യൂസ് ചെയ്തവർക്ക്. അറിയില്ല, പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പൈച്ചാമിലാണെങ്കിലും ആ വേർഷൻ കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇഷ്യൂസ് ഇല്ല. ഓക്കെ, ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക VS കോഡാണ്. എനിക്കത് ഞാൻ മേജർലി എല്ലാ പ്രൊജക്ട്സിനും VS കോഡ് തന്നെയാണ് യൂസ് ചെയ്യാറും. എനിക്കിതാ കുറച്ചും കൂടി കംഫർട്ടബിൾ തോന്നി. ഇപ്പൊ ആംഗുലർ യൂസ് ചെയ്യുവാണെങ്കിലും ഇവിടെ എക്സ്റ്റൻഷനിൽ ആംഗുലർ ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്താൽ മതി. ദെൻ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ഈ പൈത്തൺ ഫയൽ റൺ ചെയ്യുന്ന പോലെ തന്നെ ആംഗുലർ ഫയൽസ് നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറെ ഏത് ഇപ്പൊ HTML പ്രിവ്യൂ എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പ്രിവ്യൂ എടുക്കാൻ പറ്റും. സെപ്പറേറ്റ്ലി നമ്മൾ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് HTML പ്രിവ്യൂ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്, അത് ഇവിടെ അപ്ഡേറ്റഡ് വരുന്നുണ്ട്. സോ ഒന്നില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് ഇവിടെ തന്നെ പ്രിവ്യൂ കാണാൻ പറ്റും. ഇമേജിന്റെയും പിക്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ വീഡിയോ ഓഡിയോ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു ഇഷ്യൂ വരാം. അപ്പൊ നമ്മൾ മാനുവലി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാത്ത കേസസിൽ നമുക്ക് ഇവിടെ പ്രിവ്യൂ ആണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഏത് ID ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാന്നുള്ളതാണ്. ദെൻ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റെപ്പോസിറ്ററി ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും പ്രൊജക്റ്റിനെ. ദെൻ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമ്മളിവിടെ ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ജാങ്കോ എന്താണ് എന്നുള്ളൊരു ഓവർവ്യൂ തന്നതാണ്. ഒരു പൈത്തൺ ഫ്രെയിം വർക്ക് ആണ്. നമ്മൾ സെക്യൂർ ആയിട്ട് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ജാങ്കോ എന്ന് പറയുന്നത്. ഒരു ഹൈ ലെവൽ ഫ്രെയിം വർക്ക് ആണ്, വെബ് ഫ്രെയിം വർക്ക് ആണ്. സോ അതിൽ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ എന്ന് പറയുന്നത് MVT ആണ്. MVT എന്ന് പറയുമ്പോൾ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ആണ് വരുന്നത്. മോഡൽ എന്ന് പറയുമ്പോൾ ഡാറ്റാബേസും ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ടേബിൾ ക്രിയേഷൻ ഒക്കെ അതിലായിരിക്കും കൊടുക്കുന്നത്. അതിൽ നമ്മൾ ORM കൺസെപ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ORM ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. ദെൻ വ്യൂ എന്ന് പറയുമ്പോൾ വ്യൂ അല്ല, ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് HTML CSS നമ്മൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന HTML ഫയൽസ് ആയിരിക്കും. സോ നമുക്ക് എന്താണോ ആ ഒരു ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്ന ആ കംപ്ലീറ്റ് ക്വറീസ് നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് ഫോൾഡറിലാണ് കീപ്പ് ചെയ്യുന്നത്. വ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ടെംപ്ലേറ്റ്സ് HTML ഫയൽസ് മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വാലിഡ് ആവില്ല. സോ ഇതിനെ തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. സോ ആ ഒരു ബിസിനസ് ലോജിക്ക് ഓരോ യൂസർ ഓരോ ആക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ പേജിലേക്ക് പോകണം എന്നുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇതിലായിരിക്കും.
വ്യൂ എന്ന് പറയുന്ന ആ ഒരു ഫയലിലായിരിക്കും ഉണ്ടാവുക. മോഡല് വ്യൂ എന്ന് പറയുന്ന ഫയൽസ് ആയിരിക്കും. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഫോൾഡർ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്ന ജാങ്കോന്റെ. നമ്മളൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഓവർവ്യൂ ആണ് ഈ പറഞ്ഞത്. ദെൻ നിങ്ങൾ ജസ്റ്റ് നാളത്തേക്ക് ഒരു ടോപ്പിക് നോക്കി വെക്കുക കേട്ടോ. നമ്മളിനി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്യാം. സോ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ. സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ടോപ്പിക് ചൂസ് ചെയ്യുക. സോ അതിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിക്വയർമെന്റ് റെഡി ആക്കി വെക്കുക. ലൈക്ക് നമുക്ക് ഇന്ന പേജസ് ഒക്കെ ഇപ്പൊ ഇതിൽ നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ എടുക്കുവാണെങ്കിൽ ഇതിപ്പോ നമ്മൾ എന്താണ് ലോഗിൻ ചെയ്യാത്തൊരു പേജാണ് അല്ലേ. സോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലാംഗ്വേജ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതൊരു ഓപ്ഷനാണ്. അതേപോലെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിൻഡോ വരണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലോഗിൻ വിൻഡോ ആയിരിക്കും വരുന്നത്. കണ്ടോ, netflix.in/login എന്ന് പറയുന്നത് ഇവിടെ പാത്ത് മാറുന്നുണ്ട്. അതേപോലെ നമുക്ക് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പേജിലേക്ക് ആയിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആവണം, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, പാസ്വേഡ്, ദെൻ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, അതായത് സൈൻ ഇൻ കോഡ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കാം. അപ്പം എന്ത് വരണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അത് വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്നൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ഇത് ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ വരുമായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ഇവിടെ കണ്ടോ, നമ്മൾ ഓരോ ഐക്കൺസിന്റെ അവിടെ ചെല്ലുമ്പോഴും എന്താണ് സിമ്പിൾ മാറുന്നുണ്ട്, ബിക്കോസ് ഇതൊരു ഹൈപ്പർ ലിങ്കാണ്. ഓക്കെ, ഓരോ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ആരോസ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് മൂവീസ് വരും. പിന്നെ ഇവിടെ ലെഫ്റ്റിക്കും ആരോസ് വരും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു മൂവി നെയിം കാര്യങ്ങൾ, നിങ്ങൾ ഇ-കൊമേഴ്സ് ആണ് നോക്കേണ്ടത്. സോ നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ നമ്മൾ ഇ-കൊമേഴ്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഹൈപ്പർ ലിങ്ക് അല്ല, ജസ്റ്റ് ടെക്സ്റ്റ് കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മൗസ് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം വരാത്തത്. ഇതാണോ, ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. സോ ഏത് പേജിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നേരത്തെ നമ്മൾ പോയ പേജ് അല്ലല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. സോ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും എന്താണ്, ഇതിപ്പോ സൈൻ അപ്പില് രജിസ്ട്രേഷൻ ഒരു പ്രിവ്യൂ മോഡ് എന്ന് വേണമെങ്കിൽ പറയാം, വേറൊരു പേജിലാണ് വന്നിരിക്കുന്നത്. ദെൻ ഈ ഒരു സ്റ്റെപ്പ് 4 സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്തു നോക്കുക. അതേപോലെ ഓരോ സ്റ്റെപ്പും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ വെബ്സൈറ്റില് എന്തൊക്കെ ഓപ്ഷൻസ് ഏതൊക്കെ വേണം എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ടി വിയിൽ വേണമെന്നുള്ളത്, ദെൻ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻസോ പ്ലസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ദെൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതും ക്ലിക്ക് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിന് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഏറ്റവും ലാസ്റ്റ് ഹെഡർ ഫൂട്ടർ നമുക്കാണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കംപ്ലീറ്റ്ലി HTML നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ജസ്റ്റ് നോക്കി വെക്കുക എന്താണ് ടെംപ്ലേറ്റ് വേണ്ടതെന്നൊക്കെ, ജസ്റ്റ് ഒരു ഓവർവ്യൂ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നാളെ നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നാളത്തേക്ക് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വെക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഐഡിയ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, ടോപ്പിക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. വെബ്സൈറ്റിന്റെ നിങ്ങളെ എന്താ പറയുക, നമ്മളൊരു എക്സ്പെക്ടേഷൻ പറയില്ലേ. സോ അതേപോലെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം കേട്ടോ, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ പോയാ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. മാം പോയോ? ഇല്ല അവിടെ ഉണ്ട്. ഹലോ, ഇത് ഏകദേശം പിന്നെ ജാങ്കോ എത്ര ദിവസം ഉണ്ടാവും ഏകദേശം? ജാങ്കോ മെയിൻലി 3 months ആണ് പറയാറ്. നോക്കട്ടെ, നമ്മുടെ ലൈക്ക് ഓരോ ബാച്ച് പോകുന്നതിനനുസരിച്ചിരിക്കും. അത്യാവശ്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് ടോപ്പിക്സ് മൂവ് ചെയ്യാൻ പറ്റും. ജാങ്കോന്റെ ഒപ്പം തന്നെയാണ് ഈ പ്രൊജക്ട് ഇപ്പൊ കൊണ്ടുവന്നത്. അതാ പറഞ്ഞത്, നമ്മൾ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രൊജക്ട് ചെയ്ത് കാണിച്ചു തരും.
സോ നിങ്ങൾ Okay. നിങ്ങളുടെ പ്രൊജക്ട് പാരലലി ചെയ്ത് പോകണം. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ടോപ്പിക് നോക്കി വെക്കാൻ പറഞ്ഞത് നാളത്തേക്ക്. ഞങ്ങൾ നേരത്തെ HTML CSS വെച്ചിട്ട് ഒരെണ്ണം ചെയ്തിരുന്നു. അപ്പം അതും അതൊക്കെ ഒന്ന് റിവൈസ് അതിന്റെ ചെയ്ത് ഫ്രണ്ട് എൻഡ് മാത്രമായിട്ട് HTML CSS മാത്രം ഡാറ്റാബേസ് ഉപയോഗിക്കും. അപ്പൊ എടുത്തിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഡാറ്റാബേസിന്റെ പോർഷൻസും എല്ലാ പോർഷൻസും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. നല്ലൊരു ടോപ്പിക് ചൂസ് ചെയ്യാം. ഓക്കെ, ഫൈനലി ലാസ്റ്റ് നമ്മുടെ സെഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ അത് മസ്റ്റ് ആയിട്ടും ഫോളോ അപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ശരി ഓക്കെ. ഓക്കെ, താങ്ക് യു. 3 months ഉണ്ടാവുന്നാണോ മാഡം പറയുന്നത് ഈ ജാങ്കോ? ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ.